ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അസിനോന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ബർത്ത്ഡേ അടുത്ത മാസം ഫസ്റ്റിലാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് നമ്മൾ നേരത്തെ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അസിന് വണ്ടിയിൽ കയറി കുത്തിരി നിൽക്കണം പോകാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതും കൂടി ബസ്സിന് പോയിട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഓട്ടോയിൽ പോവാം, അപ്പോൾ എല്ലാവർക്കും കൂടി പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്കും ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോകാൻ വിചാരിച്ചു. ഞാനും ഇതും ഉമ്മയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ എടപ്പാൾക്കാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഞങ്ങൾ എടപ്പാൾ തന്നെയാണ് ഡ്രസ്സൊക്കെ എടുക്കൽ, കാരണം നമുക്ക് അവിടെയാണല്ലോ അടുത്ത്. അപ്പം ഞങ്ങളെപ്പോഴും ഡ്രസ്സ് എടുക്കാനും അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാനും ഞങ്ങൾ പോവുക എടപ്പാൾക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് എടപ്പാൾ പോയി നോക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ മതിയല്ലോ. അവിടുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുണ്ണിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഡ്രസ്സ്, ഞാനൊരു മൈൻഡിലൊരു ഡ്രസ്സ് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ അതുപോലത്തെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ നോക്കാം, വേറെ സ്ഥലത്ത് പോവാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം തന്നെ എടപ്പാൾ പോയി നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവർക്കും അസിനുവിന് ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അസിനു ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ പാകത്തിനനുസരിച്ച് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ എടപ്പാൾ ഫോറം മാളിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ പുതിയതായി ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ബേബ്കോ എന്ന് പറഞ്ഞിട്ട്. ആ ഷോപ്പിലാണ് ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ പറഞ്ഞ് നിങ്ങളെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, അപ്പം ഞാൻ വന്നോളാം. ഡ്രസ്സ് എടുക്കാൻ ഞങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല എന്ന് ഇപ്പം തന്നെ അറിയാം. അസിനുവാണെങ്കിൽ അവിടെ എത്തണ വരെ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങായിരുന്നു. അവിടെ എത്തിയപ്പോൾ ആൾ എണീറ്റിട്ടുണ്ട്. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് മോഡേൺ വെയേഴ്സാണ്. അപ്പം ഒരുപാട് മോഡേൺ കളക്ഷൻസ് അവിടെ ഉണ്ട്. ഗേൾസിനായിക്കോട്ടെ ബോയ്സിനായിക്കോട്ടെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ പിന്നെ വേറെ സ്ഥലത്തേക്കൊന്നും പോകണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ നമുക്ക് അസിനുവിന് വേണ്ട ഡ്രസ്സ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ബോയ്സിനേക്കാൾ കൂടുതൽ അവിടെ ഗേൾസിൻ്റെ കളക്ഷനാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതങ്ങനെ ഡ്രസ്സ് മാത്രമല്ല, അതിന് വേണ്ട ബാഗ്, ക്യാപ്പ്, ഷൂ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ മോഡേൺ ഐറ്റംസാണ്. അസിനാണെങ്കിൽ നിലത്ത് ഇറങ്ങി ഓടിയിട്ട് അവരൊക്കെ അസിനോട് എടുത്ത് നോക്കുന്നുണ്ട്, അവരടുത്തൊന്നും ഇരിക്കണില്ല. അപ്പോൾ നമ്മൾ അസിനോന് ബർത്ത്ഡേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അസിനോന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ.